ഇവിടെ ഒരു ഫീമെയിൽ സിഇഒ അവളുടെ ഹോട്ടലിൽ ഇൻസ്പെക്ഷനിലെത്തുമ്പോൾ അവിടെ ഒരു ചാക്കിൽ നിറയെ പൊട്ടറ്റോ കാണുന്നു. അതിൻ്റെ മേൽ ഹാർട്ട് ഷേപ്പ് ഒട്ടിച്ചതായി അവൾ ശ്രദ്ധിക്കപ്പെടുന്നു. ഇത് അവൾ ചൈൽഡ്ഹുഡിൽ ചെയ്യാറുള്ളതായിരുന്നു. കാരണം അവളുടെ അച്ഛൻ്റെ പൊട്ടറ്റോ വ്യത്യസ്തമായി കാണാനും എല്ലാവരും അത് വാങ്ങാനും വേണ്ടി അവൾ ചെയ്തതായിരുന്നു ഇത് ചെറുപ്പത്തിൽ. പക്ഷേ ഇത് അവളുടെ ചേച്ചിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ അവളുടെ ചേച്ചി അവളെ കൊണ്ട് കളയാൻ തീരുമാനിച്ചു. അവളെ കൊണ്ട് കളഞ്ഞ കാശിന് ഒരു ഡ്രസ്സ് വാങ്ങി രാത്രി വീട്ടിൽ ചെല്ലുമ്പോൾ അവളുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, നിൻ്റെ അനിയത്തി എവിടെയെന്ന്. അപ്പോൾ അവൾ അറിയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു. അവളുടെ അച്ഛന് എന്തോ ഒരു സംശയം തോന്നി. അയാൾ അവിടെയെല്ലാം അവളെ തിരയുന്നു, പക്ഷെ അവളെ കാണുന്നില്ല. അങ്ങനെ വർഷങ്ങൾക്കു ശേഷം ഇവളുടെ അച്ഛൻ പൈസ എല്ലാം മുടക്കി അവളുടെ ചേച്ചിയെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ചേർക്കുന്നു. അങ്ങനെ അയാൾ അയാളുടെ ബ്ലഡ് കൊടുത്തും അയാളുടെ പശുവിനെ വിറ്റും എല്ലാം അവൾക്ക് വേണ്ടിയുള്ള പൈസ ഉണ്ടാക്കുന്നു. പക്ഷേ ഇവളുടെ ചേച്ചിയാണെങ്കിൽ ആ പൈസക്കൊന്നും ഒരു വിലയും കൽപ്പിക്കുന്നില്ല. അയാൾ അവൾക്ക് കഴിക്കാനായി വാങ്ങിയ ബ്രെഡെല്ലാം അവൾ തട്ടിമാറ്റി പറയുന്നുണ്ട് വീണ്ടും 500 രൂപ വേണമെന്നും ഈ എക്സ്പെൻസ് അവൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണെന്നും. പക്ഷേ അവളുടെ അച്ഛന് ആകെ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഒന്നും കയ്യിലില്ലെന്നും അയാൾ പറയുന്നുണ്ട്. ഇവളുടെ ചേച്ചി ഇവളെ വിറ്റതാണെങ്കിൽ ഒരു വലിയ പൈസക്കാരൻ്റെ വീട്ടിലേക്കാണ്. അവിടെ അവൾക്ക് എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും ഒക്കെയുണ്ട്. പക്ഷേ അവളുടെ അച്ഛനെ ഓർത്ത് അവൾക്ക് എന്നും സങ്കടമാണ്. അവൾ എന്ത് ആഗ്രഹിച്ചാലും അവിടെ ലഭിക്കും. അവളുടെ അമ്മ അവൾക്ക് പഠിക്കാനായി പൈസ കൊടുക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, വേണ്ട, എനിക്ക് ഞാൻ തന്നെ പൈസ ഉണ്ടാക്കി ഞാൻ സ്വന്തമായി അധ്വാനിച്ച് പഠിച്ചോളാമെന്നും. അങ്ങനെ അവൾ അവളുടെ അച്ഛനെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇവൾ ഒരു സിഇഒ ആയതും അവിടെ ചെന്ന് ഹോട്ടലിൽ അച്ഛൻ്റെ പൊട്ടറ്റോ കാണുന്നതും. അങ്ങനെ അവൾ അച്ഛനെ തിരയാൻ മാനേജറോട് പറയുന്നുണ്ട്. മാനേജർ പറയുന്നുണ്ട് അയാൾ പുറത്തു നിൽക്കുന്നുണ്ടെന്ന്. അപ്പോഴാണ് ഈ ഹോട്ടലിൻ്റെ മറ്റൊരു ഭാഗത്ത് അവളുടെ ചേച്ചി അവളുടെ ബോയ് ഫ്രണ്ടിനോടൊപ്പം ഇരുന്ന് മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ അവളുടെ അച്ഛൻ അവിടേക്ക് കയറി വരുന്നത്. പക്ഷേ ഇവളാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന വെള്ളം തൻ്റെ അച്ഛൻ്റെ ദേഹത്തേക്ക് ഒഴിക്കുന്നു. അങ്ങനെ സെക്യൂരിറ്റിയോട് വരാൻ പറയുന്നു. അങ്ങനെ സെക്യൂരിറ്റിയും തൻ്റെ ബോയ് ഫ്രണ്ടും അയാളെ തള്ളി താഴെയിടുന്നു. ഇത് കണ്ടിട്ടും അവൾക്ക് ഒരനക്കവും തോന്നുന്നില്ല. അയാൾ അങ്ങനെ സങ്കടപ്പെട്ട് പുറത്തോട്ട് പോകുന്നു. ഈ സമയത്താണെങ്കിൽ സിഇഒ ആയ പെൺകുട്ടി തൻ്റെ അച്ഛനെ തിരയുകയാണ്. പക്ഷേ അവൾ തിരിഞ്ഞു നടക്കുന്നു അച്ഛനെ കാണാതെ. അങ്ങനെ മുന്നിലെത്തി നോക്കുമ്പോൾ അതാ അവളുടെ മുന്നിൽ അച്ഛനിരിക്കുന്നു. അങ്ങനെ അവൾക്ക് മനസ്സിലാവുന്നു ഇത് തൻ്റെ അച്ഛനാണെന്നും. പക്ഷേ ഈ അച്ഛന് അവളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല.